home, where my heart is full. Oh, where I don't feel the rain or cold. I see the color through their eyes. Joy of little things in life. I can't fight up in the sky. Joy of little things in life. Wonder why it all feels right. Waking up to tea in my bed. Wonder why no troubles inside. Everything's at ease instead. Wonder why time can fly, no matter how long it'll be. Wonder why we're in paradise, no other place so happy. I see the color through their eyes. Joy of little things in life. I can't fight up in the sky. സർവസ്നായങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിനെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദരിദ്രഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. രാവിലെ മുതലുള്ള പരിശുദ്ധാത്മാവിനെ ഈശോയെ ഇന്നത്തെ സമ്പൂർണ്ണമായ ഘടകങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇനി കുടുംബത്തിന്റെ ഏറ്റവും സന്തോഷകരമായ ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാമ്മയുടെ മാസം പ്രത്യേകമായി യാചിക്കുന്നു. ഇന്ന ദിവസം പ്രത്യേകമായി സെറിനെ പരിശുദ്ധാമ്മയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവികർമ്മങ്ങളും നയിക്കുവാനും വിവാഹ ജീവിതത്തിന്റെ എല്ലാ കുടുംബങ്ങളും ബലികർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ വചനങ്ങളിലൂടെ കടന്നു പോകുവാൻ ബലികർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മാതൃസ്വരിക്കൽ കൂടി യാചിക്കുന്നു. നന്ദി നിറഞ്ഞ നമ്മുടെ സ്വസ്ഥയും കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെടാവുന്നു. ഇടതരത്തിലുമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. യോഹന്നാന്റെ സുവിശേഷം വായന 2-ാം അധ്യായം 1 വാക്യങ്ങൾ. 3-ാം ദിവസം നിരയിലക്കാനായ ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മയുടെ വഴി ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാർ വീടിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, നിനക്കും എനിക്കും എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ വൈദ്യാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. പന്നികളെ വെള്ളം നിറയ്ക്കുവെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവൻ അവയെല്ലാം ഓളം നിറച്ചു. ഇനി പകർന്ന് തലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു.
അവരുടെ കാലം വീഞ്ഞായി മാറിയ വെള്ളം ഒഴിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിയില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ നടവാനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്നു വരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മൗത്വം എടുക്കുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഇത് എല്ലാ കാനായും ചെയ്തത്. ഇതിൽ അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. Braves, broken sails, tossed, turned by winds of change, biding its time. Life stays a frozen frame, frayed, pale with sands of time, feeling forlorn. And I see the grey gloom in starless skies, and I hear the woeful notes in pining larks, and I see the wilting blooms of lavender. Over and over the secrets the shore, over and over the hues wait for dawn. Ever forever I'm home in your arms, ever forever I give you my soul. Faith, hope, turn the tide, stars collude and pave your path, leading to mine. Destiny stays by me, thousand suns adorn my sky, splendor divine. Now that you are here, the dew glistens again. Now that you are here, the breeze whispers again. അങ്ങയുടെ തിരുമനസ്സ് സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസ പ്രമാണം
one desire, believe when I say I want it that way. But we are two worlds apart, can't reach to your heart when you say that I want it that way. Tell me why ain't nothing but a heartache. Tell me why ain't nothing but a mistake. Tell me why I never wanna hear you say I want it that way. Am I your fire, your one desire? Yes, I know it's too late, but I want it that way. Tell me why ain't nothing but a heartache. Tell me why ain't nothing but a mistake. Tell me why I never wanna hear you say I want it that way. Now I can see that we've fallen apart from the way that it used to be. Yeah, no matter the distance, I want you to know that deep down inside of me you are. അവസരത്തിൽ എല്ലാവരും നിശബ്ദരായി പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടി ഈ വിവാഹത്തിൻ്റെ കർമ്മങ്ങളിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്.
ചട്ടങ്ങൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ കൂദാശ യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. ജനത്തെയും ഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശിച്ചും സൈത്തുമുളുകൾ പോലെയായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സൈന്യങ്ങളിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. പിതാവായ ദൈവത്തിന്റെ കൃതജ്ഞത അർപ്പിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തോടെ വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ ഉപരിവർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും എന്നാൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ കർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്ന പോലെ ഭാര്യമാരെല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വെള്ളത്താക്കി മറ്റു കുറവുകളില്ലാത്ത മഹത്വപൂർണ്ണതയെ പ്രദർശിക്കുന്നതിന് അവളെ വിളകരിക്കുകയും വിശുദ്ധമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ നമ്മളെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവർ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരുമെങ്കിലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ല. ക്രിസ്തു സഭയെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാലത്ത് പിതാവിനെയും മാതാവിനെയും പരിപാലിയുടെ പേരും ഒരടുക്കലും ഉണ്ടാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോട് ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ചുരുക്കത്തിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയുടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് സുവിശേഷകരുടെ പരിശുദ്ധ സുവിശേഷം. ഫരീസിയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപാത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും
മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചുവെങ്കിൽ ആ രൂപത്തിന് ഒരു കാരണവശാലും കളങ്കം വരാൻ പാടില്ല. അത് ഇന്ന് അഗസ്റ്റിനും എലിസബത്തും പ്രത്യേകം ഓർക്കുകയും വേണം. നിങ്ങൾ ഇതുവരെ ജീവിച്ചതുപോലെയല്ല നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതം. അഗസ്റ്റിന് ഒരു പക്ഷേ ഇത് തന്നെ പറന്ന് നടക്കുന്ന ഒരു പറവെ പോലെ പറന്ന് നടന്നു കാണും. എന്നാൽ ഇപ്പോൾ ഇന്നു മുതൽ എലിസബത്ത് ഒരു കടിഞ്ഞാണിടും, പതുക്കെ പതുക്കെ വലിച്ചു തുടങ്ങും. അപ്പോൾ അഗസ്റ്റിന് ഇഷ്ടം പോലെ പറന്ന് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകില്ല. അതുപോലെ തന്നെ ആയിരിക്കും എലിസബത്തിന്റെ ഈ സ്ഥിതി. എലിസബത്ത് ഒരു പക്ഷേ ഇതുവരെ വളരെ സന്തോഷത്തോടെ നടന്നു കാണും. സന്തോഷത്തിന് കുറവ് വരാൻ പാടില്ല. പക്ഷേ എവിടെ പോയാലും എന്ത് പറഞ്ഞാലും ഒരു പക്ഷേ ഇനി മുതൽ ഒരു കോൾ വിളിക്കേണ്ടി വരും അഗസ്റ്റിന് വേണ്ടിയിട്ട്. ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞൊരു ചെറിയ കടിഞ്ഞാൻ, ആ കടിഞ്ഞാൻ അത് ഞാൻ പറഞ്ഞ ദൈവവാക്യവുമായിട്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരുന്നില്ല. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വതന്ത്രരായി ജീവിക്കാൻ വേണ്ടിയാണ്. ആ സ്വതന്ത്രതയുടെ ബ്യൂട്ടി അല്ലെങ്കിൽ അതിന് മനോഹരത വരിക അതിനനുസരണമായി നമ്മൾ ജീവിതം ക്രമീകരിക്കുമ്പോഴാണ്. നിങ്ങൾക്കറിയാം, ഞാൻ അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 21 വർഷം ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. ഒരുപാട് കല്യാണങ്ങൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഞാൻ കല്യാണം കഴിപ്പിച്ച ഒരു കല്യാണവും വിവാഹമോചനത്തിലേക്ക് കടന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, കാണും അറിയില്ല. കാരണം പാരീഷുകൾ മാറി മാറി പോവുകയാണല്ലോ. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. കല്യാണം ഇന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു മരം, നല്ലൊരു മരം കണ്ടാൽ അതിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് ഒരു ആള് വരും. അതായത് ഗവൺമെന്റിൽ നിന്ന് ലൈസൻസ്, വെറും $20 കൊടുത്താൽ അവർക്ക് ഒരു ലൈസൻസ് കിട്ടും. $20 കൊടുത്താൽ ഒരു ലൈസൻസ് കിട്ടും. ആ ലൈസൻസുമായിട്ട് ഇദ്ദേഹം വരികയാണ്. വന്നിട്ട് ആ മരത്തിന്റെ ചുവട്ടിൽ നിന്നിട്ട് പറയും, അല്ലെങ്കിൽ പലപ്പോഴും ആളുകൾക്ക് കടലിന്റെ തീരത്ത് വലിക്കാനായുള്ള ഇഷ്ടം, കടലിന്റെ മനോഹരതയെല്ലാം കണ്ട് അതിന്റെ ഓളത്തിലൊക്കെ അടുത്ത് നിന്നിട്ട് ഒരു പ്രവചനമാണ്, നിന്നെ ഞാൻ പുരുഷനും സ്ത്രീയും ഭാര്യയും ഭർത്താവുമായി ഡിക്ലെയർ ചെയ്യുന്നു. തീർന്നു, വിവാഹത്തിന്റെ എല്ലാ ചടങ്ങും അതോടെ തീരുകയാണ്. എന്നിട്ട് ഇത് പള്ളിയിലെ കാര്യമല്ല പറയുന്നത്, സാധാരണ അമേരിക്കയിൽ നിന്ന് നടക്കുന്ന കല്യാണത്തിന്റെ ഒരു നല്ല ശതമാനവും ഈ വിധത്തിലാണ് കല്യാണം നടക്കുക. അത് കഴിഞ്ഞ് ഒരു വിറ്റ്നസ് കാണും, ആയിരം വന്ന് ഒപ്പിടും, അവരൊപ്പിടും, തീർന്നു. അതുപോലെ തന്നെ 2 ആഴ്ച കഴിയുമ്പോൾ കേൾക്കാം രണ്ടുപേരും 2 വഴിക്ക് പോയി എന്ന്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഉടമ്പടിയിൽ ജസ്റ്റ് ചേരുകയല്ല ചെയ്യുക, ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയിൽ നിങ്ങൾ ഭാഗഭാഗങ്ങളാക്കുകയാണ് ചെയ്യുക. നിങ്ങൾ അതിന്റെ ഭാഗമാകുകയാണ് ചെയ്യുക. പ്രതീക്ഷയോടുകൂടി ജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തി സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സഹോദരന്റെ ഈ കൂദാശയെ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവരും ഭക്തിയോടും ശ്രദ്ധയോടുകൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദ്യ പുരുഷനും ജീവസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസരെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി പ്രിയപുത്രി ആത്മവിഭൂഷിത
സഭയുടെ നടപടികൾ അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി എലിസബത്തിനെ നിന്റെ മകളെ സ്വീകരിക്കുന്നുവോ? എലിസബത്ത് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അഗസ്റ്റിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കുകയും അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളുടെ വിവാഹത്തിൽ വ്യക്തിതമാക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താഴെ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താഴെ അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ പ്രതീകമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമാക്കിയിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് നമ്മുടെ വിശ്വസ്തതയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും പരസ്പര വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരം ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരങ്ങളുടെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയിക്കുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. യേശുനാഥ
ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരിയെ നിങ്ങൾക്ക് അനുവദിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരികമായ സഹോദരത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും നിങ്ങൾ അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ ഇപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളെ ചൊല്ലിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച് പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും അനുഗ്രഹിക്കാനമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ യൂസഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സർവവിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. വിശുദ്ധായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥമായ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും അർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവനമ്പതിമാരായ നിങ്ങളെയും ഈ തീർക്കടമങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I feel love when I look into your eyes. I believe if you move out from my side, I'll be losing grip on you, grip on you. देखो करीब से मिले हैं नसीब से, आएगा पल ये फिर कहाँ। आज अचानक तुमसे मिले हम, ये तो नहीं है बेवजह। पूछो जरा इस दिल से हम
मुश्किल से कल फिर ना हो हम जो यहाँ। गजब का है दिन सोचो जरा, ये दीवानापन देखो जरा। तुम हो अकेले हम भी अकेले, मजा आ रहा है कसम से कसम से। I feel love when I look into your eyes. I believe if you move out from my side, I'll be losing upon you. अल्फाज क्या कहूँ मैं, बेचैन सी रहूँ मैं, तू बिन कहे ये हाल जान ले। मौसम मोहब्बतों के लम्हे ये चाहतों के अपने लिए बने हैं मान ले। फिर क्यों फासला, मैं कहाँ और तुम कहाँ। गजब का है दिन सोचो जरा, ये दीवानापन देखो जरा। तुम भी अकेले हम भी अकेले, मजा आ रहा है कसम से कसम से। देखो करीब से मिले हैं नसीब से, आएगा पल ये फिर कहाँ। आज अचानक तुमसे मिले हम, ये तो नहीं है बेवजह। पूछो जरा इस दिल से, हम हैं मिले मुश्किल से, कल फिर ना हो हम जो यहाँ। गजब का है दिन सोचो जरा, ये दीवानापन देखो जरा। तुम हो अकेले हम भी अकेले, मजा आ रहा है कसम से कसम से। I feel love when I look into your eyes. Good afternoon everybody. ഇന്നത്തെ ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. വധുവരന്മാർ ഉടനെ തന്നെ വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. It is a ceremony of two souls and the union of two families. It is an eternal commitment. Two people need to believe in and understand each other. Dear ones, we welcome you all to this beautiful ceremony.
സാധിക്കുകയില്ല. അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഇത് ആദ്യത്തേതും അവസാനത്തേതും. അങ്ങ് പങ്കടമേളവും ചുണ്ടൊരു തുമ്പിയുടെ ചന്തവും കൊണ്ടുപോരാ നല്ല ഡോലടിത്താളമുള്ള മുത്തണിക്കൂടിനുള്ളിൽ ഈരടിത്തുണ്ട് തേടാം ചിരിച്ചമ്പകച്ചോപ്പ് കണ്ട് കുഞ്ഞരിത്രാവ് മുത്തമതി മറന്നു പാടാം. ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ താഴെ എന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം നീയലിക്ക് മുത്താരം മുത്തല്ലേ കേട്ടില്ലേ കേട്ടില്ലേ എന്നെ കള്ളച്ചെറുക്കന് കല്യാണം കേട്ടില്ലേ കല്യാണമേളം കണ്ടില്ലേ കണ്ടില്ലേ എന്റെ എട്ടനൊരുക്കിയ സമ്മാനം കനവിൽ കണ്ടൊരു മുത്താരം കരളിൽ തകിലടിച്ചു ഉത്സവമത്സരമായി ഉള്ളുത്തൊടി തൊടിച്ചു വന്നല്ലോ കല്യാണം അങ്കിളി ചന്ദനക്കിണ്ണം നിറഞ്ഞ വെണ്ണിലവിൽ ചിരിമഴ നനയാൻ വന്നല്ലോ കല്യാണം.
പല്ലവിക്കിത് മാലകണ്ഠം മഞ്ചരകണ്ഠം മാത്ത് അടിക്കും മംഗളകണ്ഠം ഓലകണ്ഠം മോദപ്പികണ്ഠം ഓങ്കി തട്ടിക്കും മുത്തികണ്ഠം മാലകണ്ഠം മഞ്ചരകണ്ഠം മാത്ത് അടിക്കും മംഗളകണ്ഠം ഓലകണ്ഠം മോദപ്പികണ്ഠം ഓങ്കി തട്ടിക്കും മുത്തികണ്ഠം ഇത് പവിഴക്കൊട്ടാരം രാത്തിങ്കൾ പൊന്നായി മിന്നും മിന്നൽ മിന്നാരം ഷറാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും നെഞ്ചിൽ നിന്നും നേരിൻ സംഗീതം നിലാവായി ഉള്ളിനുള്ളിൽ തുടിക്കും അന്തി വിണ്ണിൻ റാന്തൽ പൂവട്ടം നിന്നൊരുക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത് നുടിയിൽ മതയാനെ മെരുക്കിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടവുളക്ക് 10 ൽ 10 അണ്ണൻ തനി നാടൻ കൊല മല്ലുമിനാക്കി അണ്ണൻ തനി നാടൻ കൊല മല്ലുമിനാക്കി
setting sun like a pearl upon the ocean. Come and feel me, oh feel me. Shining in the setting sun like a pearl upon the ocean. Come and heal me, oh heal me. Thinking about the love we're making and a life we're sharing. Come and feel me, oh feel me. Shining in the setting sun like a pearl upon the ocean. Come and feel me, come on heal me. जो तू भी मेरा मेरा तेरा जो इकरार हुआ तो क्यों ना मैं भी कह दूं हुआ मुझे भी प्यार हुआ तेरा होने लगा हूँ होने लगा हूँ जब से मिला हूँ तेरा होने लगा हूँ होने लगा हूँ जब से मिला हूँ Shining in the setting sun like a pearl upon the ocean. Come and feel me, oh feel me. Shining in the setting sun like a pearl upon the ocean. Come and heal me, oh heal me. वैसे तो मन मेरा पहले भी रातों में अक्सर ही चाहत के हाँ सपने संजोता था पहले भी धड़कन ये धुन कोई गाती थी पर अब जो होता है वो
constant love that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start